കലക്കലിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അപക്വ നടപടികളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പൂരം അലങ്കോലമായതിൽ അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന റിപ്പോർട്ടുമായി മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെ ഒത്തുപോകുമെന്ന് അദ്ദേഹം തൃശൂരിൽ ചോദിച്ചു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും വേണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പൂരം കണ്ടക്റ്റിനകത്ത് വന്ന വീഴ്ചയെ സംബന്ധിച്ച് നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. കഴിഞ്ഞ വർഷം പൂരം മര്യാദയ്ക്ക് നടത്തണം എന്ന് മുഖ്യമന്ത്രി ആർജവത്തോടെ ആഗ്രഹിച്ച് വിളിച്ചു കൂട്ടിയ ഫെബ്രുവരി മാസത്തിലാണെന്നാണ്, ജനുവരി അവസാനം ഫെബ്രുവരിയാണ്, ആദ്യത്തെ അവലോകന യോഗമുണ്ടായിരുന്നു. ഓൺലൈനായിരുന്നു. അതിന് ഒരു സീക്രട്ട് മോഡൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് രഹസ്യ യോഗമാക്കാൻ ഒക്കത്തില്ല. പക്ഷെ ആ യോഗം ഒരു ക്ലോസറ്റ് ആയിരുന്നു. അത് ലിങ്ക് അയച്ചു തന്നവർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റും. ഞാൻ അതിനകത്ത് ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രിയുടെയും മന്ത്രി രാജന്റെയും മാത്രം നിർബന്ധമായിരുന്നു. അവരെന്നെ തലേ ദിവസവും വിളിച്ച് ഉണ്ടാവണേ എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിൻ്റെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ 5 വരികളിൽ ഒരു വരി ഇത് എന്നോട് മൊഴിയെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞതാണ്. അത് പക്ഷേ ഈ റിപ്പോർട്ടിൽ എവിടെയും നിഴലിച്ചു പോലും കണ്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഇതാണ്: കഴിഞ്ഞ വർഷം പൂരം നടത്തി ഒരു അഹിതങ്ങളും സംഭവിക്കാതെ, വാചകങ്ങൾ ഇതല്ല കേട്ടോ, സംഭവിക്കാതെ ജനങ്ങൾക്ക് സന്തോഷം പകരേണ്ട നടത്തിപ്പിൽ ചില ഉദ്യോഗസ്ഥരുടെ അപക്വമായ നടപടിക്രമങ്ങളിലൂടെ അലങ്കോലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഈ തവണ അതുണ്ടാവാൻ പാടില്ല. ഇതാദ്യത്തെ യോഗം. പൂരത്തിന് മുമ്പ് ഇതുപോലെ അനേകം യോഗങ്ങൾ നമ്മൾ ചേരും. നല്ല ഭംഗിയായി ഈ തവണത്തെ പൂരം നടത്താനുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫിക്കസി വർദ്ധിപ്പിക്കുന്ന ചർച്ചകളിലായിരിക്കും നമ്മൾ ഇനി മുഴുകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ, ഈ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് എങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങൾ അന്വേഷിച്ചാൽ മതി. വെർബാറ്റം കിട്ടുമെന്ന് നോക്കുക. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിയെ നിങ്ങൾ ചോദ്യം ചെയ്യുകയും വേണ്ട. അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല ഇതിനകത്ത്. അപ്പം അങ്ങനെ അപക്വമായ എന്ന് പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. അത് അദ്ദേഹം ഉപയോഗിച്ചതാണ്. അതും ഈ റിപ്പോർട്ടുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമോ? ഞാൻ ചോദിക്കുക. മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷത്തെ പൂരം മനോഹരമാക്കണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞു. അതിനുവേണ്ടി വിളിച്ച യോഗത്തിൽ താനും പങ്കെടുത്തു. മന്ത്രി രാജനും മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധം പറഞ്ഞു. യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ആദ്യ 5 വാചകങ്ങളിലൊന്നാണ് ഉദ്യോഗസ്ഥരുടെ അപക്വ നിലപാടെന്നത്. ഇത് ആരും പരാമർശിച്ചു പോലുമില്ലെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. അന്വേഷണ സമിതിക്ക് താൻ നൽകിയ മൊഴിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുഖ്യമന്ത്രി അന്നു പറഞ്ഞ ഈ വാചകം ഇപ്പോൾ നിങ്ങൾ പറയുന്ന റിപ്പോർട്ടും എങ്ങനെയാണ് ഒത്തുപോകുക എന്ന് സുരേഷ് ഗോപി ചോദിച്ചു.